ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ്. പ്ലീറ്റ് ഇട്ട് ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് ഇട്ട് തയ്ക്കുന്ന നൈറ്റി. ഞാൻ ഏറ്റവും എളുപ്പത്തിന് സിമ്പിളായിട്ടും തയ്ച്ചു കൊടുക്കുന്ന ഒരു നൈറ്റി ഇതാണ്. ഒരുപാട് സൈസ് പ്ലീറ്റഡ് നൈറ്റി ഉണ്ട്, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തയ്ച്ച് തീരാൻ പറ്റുന്ന ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. പല വെറൈറ്റി പ്ലീറ്റഡ് ഉണ്ടെങ്കിലും ഞാൻ കൂടുതലും തയ്ച്ചു കൊടുക്കുന്നത് ഇതാണ്. കാരണം ഇതാണൊരു പെട്ടെന്ന് നമുക്ക് തയ്ച്ചു തീരാം, ഒരുപാട് കണക്കും കാര്യങ്ങളും ഇല്ല, എന്നാൽ ഭംഗിയുണ്ട്. അങ്ങനെയുള്ളൊരു പ്ലീറ്റ് നൈറ്റി. ഇതിപ്പോൾ 17 ഇഞ്ച് വണ്ണമേ ഉള്ളൂ, അതനുസരിച്ചുള്ള പ്ലീറ്റ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പ്ലീറ്റ് ഇടാം. ഇതിപ്പോൾ 17 ഇഞ്ച് 34 ഇഞ്ച് വണ്ണമുള്ള, അപ്പം പ്ലീറ്റും അതിനനുസരിച്ചേ ഉണ്ടാവുള്ളൂ. തുണി എത്രത്തോളം വീതിയുള്ളതാണോ അതനുസരിച്ച് നമുക്ക് പ്ലീറ്റ് കൂടുതലിടാം. അതുപോലെ ഇറക്കം ഇതിപ്പോൾ എന്താ, നമുക്ക് 55 ഇഞ്ച് മതി, പക്ഷേ അതിൽ കുറച്ചും കൂടെയൊക്കെ കൂടുതൽ 56, 57, 58 വരെ ഇതിൽ ഇറക്കം കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പം ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് ഇത്രയും ഇറക്കം നമ്മൾ എടുക്കും, എന്നിട്ട് അവസാനം ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇറക്കത്തിൽ തുണി എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുതരാം. കാരണം നമുക്ക് ഈ 3/4 നൈറ്റിയൊക്കെ തയ്ക്കുമ്പോഴേ കൈനീളം ചിലർക്ക് ഭയങ്കരമായിട്ട് വേണം. അപ്പോൾ ലെങ്ത് ചിലപ്പോൾ 50 മതിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇറക്കം പിടിച്ചിട്ട് കട്ട് ചെയ്യരുത്. ഒരു പീസ് മുകളിലോട്ടും ഒന്ന് താഴോട്ടും വെക്കണം. അപ്പം നമുക്ക് ഇത്രയും വീതിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, 49, 50 ഇഞ്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാ ഇത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തയ്ച്ച് 3/4 ഒക്കെ ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഒരു നൈറ്റി പീസിൽ 3/4 ഒന്നും തയ്ക്കാൻ തികയില്ല. മനസ്സിലായില്ലേ? അപ്പം ഇത് ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ നമുക്ക് 3/4 ഒക്കെ ഒരു 50-55 ഇഞ്ചൊക്കെ ആണ് വരുന്നെങ്കിൽ അതനുസരിച്ച് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ അളന്നിട്ട് വെട്ടുകയാണെങ്കിൽ ചെറിയൊരു പീസേ വരുള്ളൂ. അത് നമുക്ക് ഒന്നിനും തികയില്ല. അപ്പം നമ്മൾ വെട്ടുമ്പോൾ ഇങ്ങനെ മേലോട്ട് കയറ്റി വെച്ച് അളന്നെടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ ബാലൻസ് ഉള്ളത് വെട്ടി വെക്കണം. 3/4 കൈയും, അല്ലെങ്കിൽ പിന്നെ സാധാ കൈ തന്നെ ചിലപ്പോൾ വണ്ണം ഉള്ളവർക്കൊക്കെ നമ്മൾ ഷോൾഡറൊക്കെ വെട്ടിയെടുക്കുമ്പോൾ കൈക്ക് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നീളം കൂട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൈക്ക് നീളം കൂട്ടാനായിട്ട് നൈറ്റിയിൽ നിന്ന് തുണി വെട്ടി മാറ്റി എടുക്കുന്നത്. ഇങ്ങനെ വെട്ടിയെടുത്താൽ നമുക്ക് തികയും. ഇതിപ്പം ഞാൻ അങ്ങനെയല്ല, ഇത് ഞാൻ ഫുള്ള് ലെങ്ത്തിൽ ഇടുകയാണ്. കാരണം ഫുള്ള് ലെങ്ത്തിൽ നമ്മൾ ഈ നൈറ്റിക്ക് നമ്മൾ ഫുൾ ലെങ്ത് ഇടണം, അതായത് നമ്മളെ പ്ലേറ്റ് നൈറ്റിക്ക്. എന്നിട്ട് അവസാനം നമ്മൾ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇത് ഇങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് എടുത്തിട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. 10 ഇഞ്ച്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റഡ് നൈറ്റിയാണ്. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടിലും പ്ലേറ്റ് ഉണ്ട്. ഇനി ഫ്രണ്ടിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ബാക്കും ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കും ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബാക്കും ഫ്രണ്ടും പ്ലേറ്റ് ഉള്ളതാണ് എടുക്കുന്നത്. ഇത് ആ പീസാണ് നമ്മൾ 10 ഇഞ്ചിൽ വെട്ടിയെടുത്തേക്കുന്നതാണ്. ഇതിന്ന് നമുക്ക് മേളിലത്തെ ഉടുപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് മേളിൽ ക്ലോസ് ചെയ്ത ഭാഗം വേണം ഷോൾഡറിൽ വെക്കാനുള്ളത്. കാരണം അവിടെ നിന്ന് നമുക്ക് കൈയും കൂടെ വെട്ടിയെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ടോട്ടൽ 17 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട. ഞാനിതിപ്പോൾ ഒരു 3XL, അതായത് XXL നൈറ്റിയാണ് ഈ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. XXLൻ്റെ ഷോൾഡർ 7 ഇഞ്ച് എടുക്കാം. നമുക്ക് 7 ഇഞ്ച് ഷോൾഡർ എടുക്കാം. 6 ഇഞ്ച് ആംഹോൾ നമുക്കിതിൽ കുറച്ചെടുത്താൽ മതി. 6 ഇഞ്ച് ആംഹോൾ. ടോട്ടൽ ഇതിൻ്റെ ഇറക്കം നമ്മൾ 10 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതുപോലെ 3 ഇഞ്ചോ 3.5 ഇഞ്ചോ വിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 3.5 ഇഞ്ച് വിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. 3.5 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പക്ഷേ 3 എടുത്തിട്ടുള്ളൂ. ആ മൂലയ്ക്കുന്ന് നമ്മൾ ഈ താഴോട്ടൊരു വളച്ചൊരു
വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ കഴുത്ത് നമുക്ക് 6, പിന്നെ ബാക്ക് 3.5, ഫ്രണ്ട് 6, അങ്ങനെയൊക്കെ എടുക്കാം. അത് പിന്നീട് വെട്ടാം നമുക്ക്. ഇപ്പം നമുക്ക് ഈ താഴെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ആ മൂലയിലേക്ക്, ഇവിടെ നിന്ന് ആ മൂലയിലേക്ക് ഒരു ക്രോസ് വരയ്ക്കാം. ക്രോസ് അല്ല, ഒന്ന് വളച്ച് വരയ്ക്കണം. ക്രോസ് വരച്ചതിനൊരു ഭംഗിയില്ല, ഒന്ന് വളച്ച് വരയ്ക്കണം. അങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കണം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് അവിടെ നമുക്ക് അത്രയും ഭാഗം, ആ ഷോൾഡറിൻ്റെ അത്രയും ഭാഗം നമുക്ക് രണ്ടാക്കാം. ഷോൾഡറിൻ്റെ അത്രയും വരെ ആക്കാവൂ. ബാക്കിയുള്ള നമുക്ക് കൈ കട്ട് ചെയ്യാനുള്ള ഭാഗമാണ്. അങ്ങോട്ടൊന്നും ചെയ്യണ്ട. ആ ഷോൾഡറിൻ്റെ അതുവരെ എടുത്തിട്ട് നമ്മൾ ആ കഴുത്ത് വിട്ടെടുത്തില്ലേ, അവിടെ ഒരു ചെറിയ മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഈ താഴേന്ന് വളച്ചൊന്ന് ആം ഹോളിൻ്റെ മൂല വരെ കട്ട് ചെയ്യണം കേട്ടോ. ആം ഹോൾ നമ്മൾ 6 എടുത്തേക്കുന്നത്, അതുവരെ ഒന്ന് കട്ട് ചെയ്യുക. ഇതിൻ്റെ വീതി ഇപ്പം നിങ്ങൾക്ക്, ഞാനിത് ടോട്ടൽ 14 ഇഞ്ച് 16 ഇഞ്ച് എടുക്കാം, 17 ഇഞ്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, വണ്ണം അനുസരിച്ച് എടുക്കാം. പക്ഷേ ഇതൊരു XXL ആണ്. അപ്പം ഞാൻ അവിടെ ഒരു 14 ഇഞ്ച് വരെ വീതി എടുത്തിട്ടുള്ളൂ. അതായത് 7 ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുത്തേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും, അതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഒരു 3.5 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നമുക്ക് അളന്നെടുക്കാം. ഫ്രണ്ട് നമുക്കൊരു 6 ഇഞ്ച് ഇറക്കാം. ഇപ്പം റൗണ്ട് വെട്ടാം, ചതുരം വെട്ടാം, സ്ക്വയർ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുത്ത് വെട്ടിയെടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിതൊരു റൗണ്ട് തന്നെയാണ് വെട്ടുന്നത്. കഴുത്തൊക്കെ നമുക്ക് അവരവരെ ഇഷ്ടമുള്ള മോഡൽ വയ്ക്കാം. ഇത് ഞാൻ പൈപ്പിംഗ് അടിക്കാനാണ് ഇങ്ങനെ വെട്ടുന്നത് കേട്ടോ. പൈപ്പിംഗ് ആണ് ഇതിൽ തയ്ക്കുന്നത്. ഇത് ഫ്രണ്ട്. അതുപോലെ ഒരു പീസ് നമ്മൾ ബാക്കും വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉടുപ്പിൻ്റെ ഭാഗം. ഇനി നമുക്ക് കൈ വെട്ടാം. കൈ ഇതാ നമ്മൾ ആ വെട്ടിയതിൻ്റെ ബാക്കി ഇരിക്കുകയാണ്. ഇത് നമുക്ക് എത്ര നീളമാണ് നിങ്ങൾക്ക് കൈക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ആ നീളത്തിനനുസരിച്ച് വെട്ടാം. ഇതിപ്പോൾ ഒരു 10 ഇഞ്ചോളം ഉണ്ട്. ഞാൻ ആ 10 ഇഞ്ച് ഫുള്ളായിട്ട് എടുത്ത് കൈ വെട്ടുകയാണ്. 10 ഇഞ്ചെന്ന് പറയുമ്പോൾ ഏകദേശം കൈ മുട്ടിൻ്റെ അതുവരെ, മുട്ടിൻ്റെ കുറച്ച് മേളിൽ വരെ വരും. ഇത്രയും വരെ നമ്മൾ കൈ വെട്ടിയെടുക്കുക. നമ്മൾ ആ 10 ഇഞ്ച് വെട്ടിയെടുത്തതെന്നാണ്. കൈയും വെട്ടിയെടുത്തു, നമ്മുടെ ഉടുപ്പിൻ്റെ ഭാഗവും വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഈ പാവാടയുടെ ഭാഗം വെട്ടാം. പാവാട നമ്മൾ 10 ഇഞ്ച് വെട്ടിയെടുത്തപ്പോൾ അത് 2 പാർട്ടായിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും പിടിച്ചിങ്ങനെ വെച്ച് എനിക്ക് പ്ലീറ്റഡ് നൈറ്റി ഏറ്റവും എളുപ്പം തയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ഈ തയ്ക്കുന്നത്. സാധാരണ ഇപ്പോൾ പ്ലീറ്റഡ് നൈറ്റി ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല, എന്നാലും ചിലർക്ക് പ്ലീറ്റഡ് നൈറ്റി തന്നെ വേണം. എന്നിട്ട് ഇതിൻ്റെ ഈ ഓപ്പണിങ് വരുന്ന സ്ഥലത്ത് ഒരു 3 ഇഞ്ച് താഴേക്ക് എടുക്കണം കേട്ടോ. ഇങ്ങോട്ട് ഇവിടോട്ട് ഒരു 3 ഇഞ്ച് എടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൽ കട്ട് ചെയ്യാൻ. ഈ പാവാടയുടെ ഭാഗത്ത് കട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്താണ് നമ്മളത് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. 3 ഇഞ്ച് താഴേക്ക് എടുക്കുക, 3 ഇഞ്ച് സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. ഇനി ഇതാ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നൊരു 4 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ആം ഹോളിൻ്റെ ഇങ്ങോട്ടേക്ക് വളച്ചൊരു വര വരയ്ക്കാം. ക്രോസിനല്ല, വളഞ്ഞിരിക്കണം കേട്ടോ.
എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ നമുക്കത് നമ്മൾ വെട്ടിയ ഉടുപ്പിൻ്റെ ഭാഗം കണ്ടോ, ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചാൽ അത് ആ കൈക്കുഴിയുടെ ഭാഗമാണ് നമ്മൾ ആ സൈഡ് വെട്ടിയത് കേട്ടോ, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ച് തയ്ക്കുക, ഈ ഫ്രണ്ട് പ്ലേറ്റ് ഇടുക, എന്നിട്ട് ഇതിങ്ങനെ വെച്ച് തയ്ക്കുക. കൈക്കുഴിയുടെ ഭാഗമാണ് നമ്മളതിൻ്റെ ആ സൈഡിൽ നിന്ന് വെട്ടിയത്. എന്നിട്ട് ഇതിങ്ങനെ രണ്ട് സൈഡിലേക്കും പ്ലേറ്റ് ഇടണം. അപ്പോൾ നമുക്കത് ഞാൻ പൈപ്പിങ് ആണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു പച്ച കളറിലൊരു തുണി എടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ കഴുത്ത് തയ്ക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ വെറൈറ്റി മോഡൽസൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഒരു പാടുമില്ല, പല പല മോഡൽസ്. ഞാൻ ആ ഉടുപ്പിൻ്റെ അവിടെ ഒരു പീസും കൂടെ വെച്ചിട്ടുണ്ട്, ഒരു ലൈനിങ്ങും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം ആ നൈറ്റിയുടെ പീസിന് കട്ടി കുറവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പീസും കൂടെ വെച്ചാൽ ഉടുപ്പിൻ്റെ ഭാഗം ഇച്ചിരി കട്ടിക്കിരിക്കും. പിന്നെ കട്ടി ഉണ്ടെങ്കിൽ പോലും അത് ഈ തുണി ഇങ്ങനെ ഒരു പീസും കൂടെ വെക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ നമുക്കതൊരു അവിടെ ഒരു കട്ടി ആയിട്ടിരിക്കും, അപ്പോൾ അതൊരു ഭംഗിയുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴുത്ത് ഇതിപ്പോൾ ഒരു 14 ഇഞ്ചേ ഉള്ളൂ, നിങ്ങൾക്ക് 15ഓ 16ഓ ഒക്കെ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ കഴുത്തിൽ പൈപ്പിംഗ് അടിക്കാം. നിങ്ങൾക്ക് പൈപ്പിംഗ് അടിക്കുകയോ അല്ലെങ്കിൽ ഇത് അടിച്ച് മറിക്കുകയോ അല്ലെങ്കിൽ വേറെ തുണി വെച്ച് അടിയിലേക്ക് അടിച്ച് മാറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഇത് തയ്ച്ചെടുക്കുക. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കഴുത്ത് സ്ക്വയറായിട്ട് വെട്ടാം, ഡയമണ്ടായിട്ട് വെട്ടാം, പിന്നെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലിൽ വെട്ടാം, കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ മോഡൽ ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നല്ല കലാകാരികൾ എന്തൊക്കെ മോഡലിൽ ചെയ്യാമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് തയ്ക്കുന്നത് ഇങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എനിക്ക് വളരെ ഈസിയിലും ഞാൻ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തയ്ക്കുന്ന ഒരു പ്ലേറ്റ് നൈറ്റി ഇതാണ്. പിന്നെ വേറെയും ഉണ്ട് പ്ലേറ്റ് നൈറ്റികൾ, അതൊക്കെ ഞാൻ പോകെ കാണിച്ചു തരാം. പക്ഷെ ഞാൻ എപ്പോഴും പ്ലേറ്റ് നൈറ്റ് തയ്ക്കാൻ പറഞ്ഞാൽ ഈ മോഡലിലാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത്. ഇതാകുമ്പം പെട്ടെന്ന് തയ്ച്ചു തരും, വളരെ എളുപ്പവും ഈസി ആയിട്ട്. ചിലർക്ക് ഫ്രണ്ട് മാത്രം മതി എന്ന് പറയും, അപ്പോൾ ഫ്രണ്ട് ബാക്കും സെപ്പറേറ്റ് എടുത്തിട്ട് ഫ്രണ്ട് മാത്രം മതി എന്നുള്ളവർക്ക് ഇങ്ങനെ ഫ്രണ്ട് മാത്രം തയ്ച്ചു കൊടുക്കും, ബാക്കി ബാക്ക് സാധാ പോലെ തയ്ക്കും. ഇതിൻ്റെ കഴുത്ത് തയ്ച്ചു. ഇനി ആ താഴെ ഭാഗവും നമുക്ക് ഒന്ന് പൈപ്പിംഗ് അടിക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ തയ്ച്ചിട്ട് അവിടെ ഒരു ലേസ് വെച്ച് തയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇതിപ്പോൾ ആ പ്ലീറ്റ് ഇട്ട് അതിൽ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു ലേസ് വെച്ചടിച്ചാലും, ഒറ്റ കളറാണെങ്കിൽ ലേസ് വെച്ചടിച്ചാലും ഭംഗിയാണ്. ഇതൊരു ഡിസൈൻ ഉള്ളതായതുകൊണ്ടാണ് ഞാനിത് പൈപ്പിംഗ് ആക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒറ്റ കളർ, ആ ഓറഞ്ച് കളർ മാത്രമാണെങ്കിൽ അതിനകത്തൊരു കറുത്ത ലേസ് വെച്ചടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിങ്ങനെ അത് പൈപ്പിംഗ് അടിക്കാം. ഇനി നമുക്ക് ആ പാവാടയുടെ ഭാഗം എടുത്ത് പ്ലീറ്റ് ഇടാം. സെൻറ്ററിലൊരു മാർക്ക് കൊടുത്തിട്ട് എത്ര നീളത്തിന് വേണോ അതനുസരിച്ച് ചെറുതോ വലുതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലീറ്റ് ഇടാം. രണ്ട് സൈഡിലും ഒരേപോലെ മാർക്ക് ചെയ്യണം, എന്നിട്ട് വേണം പ്ലേറ്റ് ഇടാൻ. അല്ലെങ്കിൽ ഒരു സൈഡ് ചെറുതും വലുതുമായിപ്പോൾ അപ്പം നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിച്ചോണം കേട്ടോ. സെൻറ്ററിൽ മാർക്ക് ചെയ്യുക, രണ്ട് സൈഡും പ്ലേറ്റ് ഇടുന്ന സൈഡ് മാർക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും പ്ലേറ്റ് ഇടുക. ഇങ്ങനെ
പ്ലേറ്റ് ഇട്ട് എന്നിട്ട് നമ്മൾ അതെടുത്ത് വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഇതാ ഈ പീസ് നമ്മൾ അതിൻ്റെ മേളിൽ സെൻറ്റർ നോക്കി പിടിച്ച് വെച്ച് തയ്ക്കുക. ഇനി മറു സൈഡിലോട്ടും തയ്ക്കുക. ബാക്കിൽ ഇപ്പം പൈപ്പിംഗ് ഒന്നും വെക്കുന്നില്ല, വെറുതെ പ്ലീറ്റ് ഇട്ട് ഇതുപോലെ തയ്ക്കുകയാണ്, അല്ലാതെ അതിൽ പ്ലീറ്റ് ഒന്നും ഇടുന്നില്ല. ഇതിപ്പോൾ ഫ്രണ്ട് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കും ഇതുപോലെ തന്നെ തയ്ക്കാം, പക്ഷെ പ്ലീറ്റ് ഒന്നും ഇടുന്നില്ല, അല്ലാതെ തന്നെ തയ്ച്ച് വർക്ക് ചെയ്യണം. ബാക്കും ഫ്രണ്ടും തയ്ച്ചു. ഇനി നമുക്ക് ഇത് ജോയിൻറ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അതിൻ്റെ രണ്ടിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കറക്റ്റ് എന്താ ഉണ്ടോ. ബാക്കും ഫ്രണ്ട്. ബാക്കിൽ നമ്മൾ ഇങ്ങനെ തയ്ച്ച് അടിയിലോട്ട് തയ്ച്ച് മറിക്കുകയാണ് ചെയ്തത്. നമ്മൾ പൈപ്പിംഗ് ഒന്നും വെച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, ബാക്കല്ലേ. എന്നിട്ട് നമ്മളിതുപോലെ തയ്ക്കുകയാണ്, ഷോൾഡർ വെച്ച് തയ്ക്കുകയാണ്. നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കൈ വെച്ച് തയ്ക്കാം. കൈയും ഞാൻ ഒരു കൈയുടെ അടിഭാഗവും ഞാൻ ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ആക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്ച്ചു തീരാൻ പറ്റുന്ന ഒരു ചിലർക്ക് പ്ലീറ്റ് നൈറ്റ് വലിയ പാടായിട്ട് തോന്നും, പക്ഷെ ഇത് ഒരു പാടും ഇല്ലാത്തൊരു തയ്യലാണ് കേട്ടോ. ഒരു പാടും ഇല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാം. കൈ വെച്ച് തീർന്നു. ഇനി നമുക്ക് ഇതിനെ ജോയിൻറ്റ് ചെയ്യാം, സൈഡ് ജോയിൻറ്റ് ചെയ്യാം. ഇനി കൈ വണ്ണമൊക്കെ നോക്കി എത്ര വേണം, വണ്ണം എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വണ്ണമൊക്കെ കൈ വണ്ണം, സൈഡ് വണ്ണം നമുക്ക് ഇതിൽ അടിക്കേണ്ട കാര്യമില്ല, ഇത് പ്ലീറ്റഡ് ആണ്, അതുകൊണ്ട് ഇതിന് ഷെയ്പ്പൊന്നും അടിക്കണ്ട, വെറുതെ അങ്ങ് അടിച്ച് ഇട്ടാൽ മതി. നമ്മൾ സാധാരണ ചുരിദാർ മോഡൽ നൈറ്റി തയ്ക്കുമ്പോഴാണ് എപ്പോഴും നമ്മൾ സൈഡൊക്കെ അടിച്ച് കറക്റ്റ് ചെയ്യണം. പക്ഷേ ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് നമ്മൾ സൈഡ് അടിക്കണ്ട, പ്ലെയിൻ ആയിട്ട് അങ്ങ് അടിച്ച് ഫുള്ള് അടിച്ചിട്ടാൽ മതി. സൈഡ് ജോയിൻ ചെയ്തു. ഇനി കൈയൊക്കെ അളന്ന് നോക്കിയിട്ട് ഒരടിയും കൂടെയൊക്കെ അടിച്ചു വയ്ക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ നൈറ്റി തയ്ച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്ലേറ്റഡ്. ഇതാണ് നൈറ്റി. നല്ല വണ്ണം ഉള്ളതാണ്, ഒരു 46 ഇഞ്ച് വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റിയ നൈറ്റിയാണ്.